ഇടുക്കി കരിമണ്ണൂർ പട്ടയക്കുടി റോഡിൽ ഭീമൻ പാറക്കല്ല് വീണതോടെ ഇതുവഴിയുള്ള ഗതാഗതം ഒറ്റ വരിയിലാണ്. നിരവധി കുടുംബങ്ങൾ ജീവൻ പണയം വെച്ചാണ് റോഡിന് താഴ്ഭാഗത്ത് കഴിയുന്നത്. പാറ പൊട്ടിച്ചു നീക്കാൻ നാട്ടുകാർ ഒരാഴ്ചയായി ആവശ്യപ്പെടുന്നുണ്ട് എന്നും നടപടി ഉണ്ടാകുന്നില്ല എന്നും പ്രദേശവാസികൾ പറയുന്നു. ആൽവിൻ തോമസ് തയ്യാറാക്കിയ റിപ്പോർട്ടിലേക്ക്. കഴിഞ്ഞ ദിവസം പെയ്ത അതിശക്തമായ മഴയിലാണ് ഇത്രത്തോളം വലിയൊരു ഭീമൻ പാറക്കല്ല് റോഡിലേക്ക് പതിച്ചിരിക്കുന്നത്. ഇത് കരിമണ്ണൂരിൽ നിന്ന് പട്ടയക്കുടിക്ക് പോകുന്ന റൂട്ടിലാണ് ഈ ഇത്രത്തോളം വലിയൊരു ഭീമൻ പാറക്കല്ല് റോഡിലേക്ക് വീണ് കിടക്കുന്നത്. കുറച്ച് നാളുകൾക്ക് മുമ്പാണ് ഇവിടെ ഈ റോഡ് നിർമ്മാണം പൂർത്തിയാകുകയൊക്കെ ചെയ്തത്. ഇവിടെ നാട്ടുകാർ ഇത് പൊട്ടിച്ച് മാറ്റണമെന്നുള്ള ആവശ്യം പറയാൻ തുടങ്ങിയിട്ട് ദിവസങ്ങളും ആയിട്ടുണ്ട്. പക്ഷേ ഇതുവരെ അതിലൊരു തീരുമാനത്തിലേക്ക് എത്തിയിട്ടില്ല എന്നുള്ളതാണ്. നമുക്ക് കാണുന്നത് പോലെ റോഡിലേക്ക് തന്നെയാണ് ഒരു ഭീമൻ പാറ വന്ന് വീണിരിക്കുന്നത്. അത് മുകളിൽ നിന്ന് തെന്നി വന്ന് വീണിരിക്കുകയാണ്. രണ്ട് വലിയ പാറകൾ വന്നിട്ടുള്ളത്. ഈ പാറകൾ ഇവിടുന്ന് പൊട്ടിച്ച് മാറ്റിയില്ലെങ്കിൽ വലിയ അപകടം ഉണ്ടാകുമെന്നുള്ളതാണ് നമുക്ക് ഈ ഒറ്റ കാഴ്ചയിൽ തന്നെ വ്യക്തമാണ്. നമുക്കിപ്പോൾ കാണാവുന്നത് പോലെ ഒരു വാഹനം അവിടെ നിന്ന് കയറി വരുന്നുണ്ട്. നമുക്കറിയാം എത്രത്തോളം ബുദ്ധിമുട്ടിയാണ് ആ വാഹനം ഒരുപക്ഷെ ആ പാറയിലൂടെ തട്ടാതെ കയറി വരുന്നത് എന്നുമാണ്. ഒരു കാറാണ്, ആ കാറ് പോകാനുള്ള ആ വീതിയിൽ മാത്രമാണ് ഇപ്പോൾ റോഡ് ഉള്ളത് എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയമായ കാര്യം. പുതിയ റോഡാണ്, ആ പുതിയ റോഡിലേക്കാണ് ഈ വലിയ ഭീമൻ പാറക്കല്ല് ഉരുണ്ട് വീണത്. നാട്ടുകാരായിട്ടുള്ള ആളുകളൊക്കെ ഉണ്ട് ഇവിടെ. എന്താ ചേട്ടാ, എന്നാ ഇത് വീണത്? ഇത് കഴിഞ്ഞ ശനിയാഴ്ച വീണത്. അപ്പോൾ ഇതുവരെ ഇത് പൊട്ടിച്ച് മാറ്റാനോ വേറെ സംഭവം നടന്നിട്ടില്ല ഇതുവരെ. ഇതിപ്പോൾ ഞങ്ങൾ കണ്ടിന്യൂസ് ആയിട്ട് വല്ലപ്പോഴും ഇതിൽ ഇറങ്ങി വരുന്നതാണ്. എന്നാലും ഇതുവരെ യാതൊരു സർക്കാരിൻ്റെ ഭാഗത്തുനിന്നോ കോൺട്രാക്ടറുടെ ഭാഗത്തുനിന്നോ ഒന്നും ഉണ്ടായിട്ടില്ല. താഴ്വശങ്ങളിൽ വീടുള്ളതാണ്. ഇത് നിരങ്ങിപ്പോയാൽ അനേകം വീടുകളുണ്ട്, വലിയ അപകടം ഉണ്ടാവും. ഇനി ഇവിടുന്ന് മാറിയാൽ താഴത്തേക്ക് പോയി കഴിഞ്ഞാൽ വലിയ അപകടം ഉണ്ടാവും. ഇതേമാതിരി ഒരു ഭീമൻ മരം, ഒരു വലിയ ആഞ്ഞിലി മരം അപ്പുറം ഉണ്ട്. അവിടെ എല്ലാം ഇടിഞ്ഞ് പറങ്ങി, എല്ലാം അതിൻ്റെ സൈഡിലെല്ലാം ഇടിഞ്ഞ് പറക്കി ഇതേമാതിരി ഇടിഞ്ഞ് പോയി. അമാർ കുറേ മണ്ണ് മാറ്റും. അമാർ ഒന്ന് ഒരു JCB രാവിലെ അങ്ങോട്ടും ഇങ്ങോട്ടും, രാവിലെയും വൈകുന്നേരം ഒരു JCB ഒരു കിറ്റാച്ചിയും കിടന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും കിടന്ന് ഓടും. അതെ, ഈ രണ്ട് പാർക്കല്ല് തന്നെയല്ല, ഈ റോഡ് മുഴുവനും ഇതേമാതിരിയൊക്കെയാണ്. അവരുടെ പരിപാടി എല്ലാം ശരിയാക്കി തരാം എന്നുള്ള രീതി അല്ലാണ്ട് ഒന്നും ശരിയാകണമല്ല. എല്ലാവരും അറിയിച്ച ആരും ഇതിനെ പറ്റി ഒന്നും ചെയ്തിട്ടില്ല. ഏതായാലും ഈ പട്ടയക്കുടിയിലേക്ക് പോകുമ്പോൾ, അതായത് ഈ തൊമ്മൻകുത്ത് കടന്ന് പോകുമ്പോൾ ഏതാണ്ട് 32 കിലോമീറ്ററോളം ഉള്ള പാതയാണിത്. ആ പാതയിലാണ് ഇത്രത്തോളം ഒരു ഭീമൻ പാറക്കല്ല് വന്ന് പതിച്ചിട്ടുള്ളത്. സ്വാഭാവികമായും ഇത് പൊട്ടിച്ചു മാറ്റണമെങ്കിൽ സമയമെടുക്കുമെങ്കിൽ പോലും അതിനുള്ള നടപടികൾ എത്രയും വേഗം അധികൃതർ നടത്തണമെന്നുള്ളതാണ് പറയുന്നത്. നമുക്കറിയാവുന്ന ഈ പാറക്കല്ല് വീണ് കിടക്കുന്ന ഏതാണ്ട് റോഡിന് പകുതിയുടെ ഭാഗത്താണ്. ആ പകുതി ഭാഗത്തേക്കും വാഹനം കടന്നു പോകാത്ത സ്ഥിതിയും ഉണ്ട് എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയം. തൊട്ടു താഴെ നിരവധി വീടുകളുണ്ട്. വലിയ സുരക്ഷാ ഭീഷണിയാണ് ഇപ്പോൾ ഈ പാറക്കല്ല് ഇവിടെ ഉയർത്തുന്നത്. ഇത് എത്രയും പെട്ടെന്ന് പൊട്ടിച്ചു മാറ്റണം, അധികൃതർ അതിന് വേണ്ട നടപടി സ്വീകരിക്കണമെന്നുള്ളതാണ് ഈ പ്രദേശവാസികൾ പറയുന്നത്. ആൽവിൻ തോമസ്, ന്യൂസ് മലയാളം, ഇടുക്കി.